ഹായ് ഫ്രണ്ട്സ്, 3 ഇൻഗ്രീഡിയൻസിനുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഒട്ടും ടൈമില്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. ഇതിപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടല്ലോ. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്തെടുക്കുക പോർഷൻ നമ്മൾ കളയരുത്, നമുക്ക് അവസാനം ആവശ്യമുള്ളതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏത്തപ്പഴമാണ് കേട്ടോ. ഏത്തപ്പഴം ഞാൻ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏത്തപ്പഴം ഫുള്ളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഒരു 7ഓളം സ്നാക്സ് ഇതിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. 7-8 തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര വളരെ കുറച്ച് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഞാൻ ചേർത്തപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പഴത്തിനും അതുപോലെ ബ്രെഡിനും മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഓവർ മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര വളരെ കുറച്ച് ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ഏലക്കാപ്പൊടി ഒരു 1/4 സ്പൂണോളം ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തേച്ചും പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടോ. നെയ്യ് തന്നെ ചേർക്കുന്നതാണ് ഈ ഓരോ സ്നാക്കിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ബ്രെഡിൻ്റെ പോക്കറ്റ്സ് വെച്ച് കൊടുക്കാം. ആ ഒരു പോക്കറ്റിലായിട്ട് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഏത്തപ്പഴം നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചോളാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ മുട്ടയുടെ മിക്സ് ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പുറത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് തന്നെ വെച്ച് കൊടുത്തേച്ചാൽ മതി. ഫില്ലിംഗ് ആയിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ഒരു പോക്കറ്റ് അടയ്ക്കാനായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പോക്കറ്റ് നമുക്ക് ആ പീസ് വെച്ചിട്ട് നമുക്കത് അടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്ത് നമുക്ക് 2 വശം കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക, കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്നാക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.